ഇപ്പൊ സാറ് ഒരുപാട് വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അറിയാതെയാണെങ്കിൽ പോലും സെയിം ഡിസൈൻസ് വരാനുള്ള ചാൻസ് ഇല്ലേ? ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് മോർ അബൌട്ട് ദ കോണ്ടെക്സ്റ്റ്. ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു പ്ലാൻ വരച്ചിട്ട് ഒരാൾക്ക് വരച്ചു അത് വേറെ ആൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് അങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് അത് വർക്ക് ചെയ്തോളുന്നില്ല. ഇപ്പൊ യൂഷ്വലി ഹൗ ഇറ്റ് വർക്ക്സ് ഇസ് ലൈക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അയാളുടെ പേഴ്സണൽ ടേസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് എ എന്ന ആളിൽ നിന്നും ബി എന്ന ആളിലേക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും. ആക്ച്വലി അയാൾ വളർന്ന സിറ്റുവേഷൻ വേറെയാണ്, അയാളുടെ എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ബഡ്ജറ്റ് ഡിഫറെന്റ് ആണ്. അതിനൊക്കെ മുകളിൽ അയാളുടെ സൈറ്റ് ഇസ് ഡിഫറെന്റ്. ആ സൈറ്റിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. പക്ഷെ ബേസിക്കലി ഒരു ആർക്കിടെക്ടിനെ ചൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് സ്വാഭാവികമായിട്ടും. ആ ടേസ്റ്റ് കൂടി നമ്മൾ വെൻ യു അപ്രോച്ച് ആർക്കിടെക്ട് യു ഹാവ് ടു സീ ലൈക്ക് ഹൗ ഹിസ് ഓർ ഹൗ വർക്ക്സ്. അത് അലൈൻമെന്റ് ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി നല്ല റിസൾട്ട് ആർക്കിടെക്ടിനും കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്ലയന്റിന് കിട്ടുള്ളൂ.